യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിനായി ചുവരെഴുത്തു തുടങ്ങി. എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് വേണ്ടിയുള്ള പ്രചരണം ഊർജിതമായതോടെയാണ് യുഡിഎഫും രംഗത്തിറങ്ങിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയായ ഡീൻ കുര്യാക്കോസ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം കാത്തിരിക്കാതെ തന്നെ പ്രവർത്തകർ പ്രചരണ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ ഡീൻ കുര്യാക്കോസിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്ത് നടത്തിക്കഴിഞ്ഞു. മറ്റു പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർ തയ്യാറെടുത്തു കഴിഞ്ഞു. എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ പ്രഖ്യാപിക്കുകയും പ്രചരണം സജീവമാകുകയും ചെയ്തതോടെയാണ് ഡീൻ കുര്യാക്കോസിന് വേണ്ടിയുള്ള പ്രചരണവും ആരംഭിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവരും. കഴിഞ്ഞ 2 തവണയും ഡീൻ കുര്യാക്കോസ് ആയിരുന്നു സ്ഥാനാർത്ഥി. ആദ്യ തവണ പരാജയപ്പെട്ടപ്പോൾ 2ാം തവണ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.